ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 2023 നടന്ന അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. 2. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്, ഓപ്ഷൻ ബി. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? നെഹ്റു ആയിരുന്നു അല്ലെ. നെഹ്റു INC പ്രസിഡന്റായ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജി പ്രസിഡന്റ് ആയത് ഏതാണ്? 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആകുന്നത്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുന്നത്. രവി നദിക്കരയിൽ വെച്ചിട്ടാണ് ഉയർത്തുന്നത്. പിന്നെയോ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? 1. ഖേദ സമരം. 2. മീററ്റ് സമരം. 3. ചമ്പാരൻ സമരം. 4. ഹോം റൂൾ സമരം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം ഖേദ സമരവും ചമ്പാരൻ സമരവും അല്ലെ. ഖേദ സമരവും ചമ്പാരൻ സമരവും. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ഭൂവുടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. തിൻഗതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്താണ് തിൻഗതീയ സമ്പ്രദായം? കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിൻഗതീയ സമ്പ്രദായം. കർഷകര് തങ്ങളുടെ ഭൂമിയുടെ 3 ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന് നിർബന്ധമാക്കി? നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കി. ഇതായിരുന്നു തിൻഗതീയ സമ്പ്രദായം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്നാ? 1917. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. 2017 ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണേത്? ഖേദ സത്യാഗ്രഹം. വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതായിരുന്നു ഖേദ സത്യാഗ്രഹത്തിന്റെ കാരണം. ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരമായിരുന്നു ഏത്? ഖേദ സത്യാഗ്രഹം. 1918 ഖേദ സത്യാഗ്രഹം. ഖേദ സമരത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഖേദ സമരത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. 1. മൗണ്ട് ബാറ്റൻ പ്രഭു. 2. ഇർവിൻ പ്രഭു. 3. AV അലക്സാണ്ടർ. 4. സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന ആരൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവും. 1ഉം 2ഉം. അവർ രണ്ടുപേരും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ആരൊക്കെയാണ് അംഗങ്ങള്? പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിരുന്നത് പെത്വിക് ലോറൻസ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നു. അതെന്നാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1. 1798 നടപ്പിലാക്കിയത്. 2.
കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. 3 അംഗമാവുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പൊ ഇതില് സൈന്യ സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയെന്നുള്ളത് തെറ്റാണ്. സൈന്യ സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. സൈന്യ സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ, മോണിംഗ്ടൺ പ്രഭു എന്നെല്ലാം അറിയപ്പെടുന്നത് ആരായിരുന്നു? ഈ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് എന്ത്? മോണിംഗ്ടൺ പ്രഭു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നൊക്കെ. അതുപോലെ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഏതാ? 1798 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഇതിൽ ഒപ്പുവെച്ച മറ്റു നാട്ടുരാജ്യങ്ങളാണ് തഞ്ചാവൂര്, ഇൻഡോർ, മൈസൂര്, ഔധ്, ഉദയ്പൂർ, ജയ്പൂർ, ഗ്വാളിയോർ, ജോധ്പൂർ. ഏതൊക്കെയാണ് ഒപ്പുവെച്ച മറ്റു നാട്ടുരാജ്യങ്ങള്? ഹൈദരാബാദിനെ കൂടാതെ തഞ്ചാവൂര്, ഇൻഡോർ, മൈസൂര്, ഔധ്, ഉദയ്പൂര്, ജയ്പൂര്, ജോധ്പൂര്, ഗ്വാളിയോർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. 1 മൗലാന മുഹമ്മദ് അലി, 2 മുഹമ്മദ് അലി ജിന്ന, 3 സലീം അലി, 4 മൗലാന ഷൗക്കത്ത് അലി. ആരൊക്കെയാണ്? 1ഉം 4ഉം. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഓപ്ഷൻ സി. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളായിരുന്നു അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് AK ഫസലുൽ ഹക്ക് ആയിരുന്നു. ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് AK ഫസലുൽ ഹക്ക്. ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഗാന്ധിജിയും മോത്തിലാൽ നെഹ്റുവും മദൻ മോഹൻ മാളവ്യയും. നേതൃത്വം നൽകിയത് AK ഫസലുൽ ഹക്കും. പങ്കെടുത്ത നേതാക്കള് ഗാന്ധിജി, മോത്തിലാൽ നെഹ്റു, മദൻ മോഹൻ മാളവ്യ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായ കലാപം ഏതാ? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായ കലാപം 1921 മലബാർ കലാപം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. ഓപ്ഷൻ ഡി. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 4. നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4. ആർട്ടിക്കിള് 36 മുതൽ 51 വരെ. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? സപ്രു കമ്മിറ്റി. നിർദ്ദേശക തത്വങ്ങള് ന്യായവാദത്തിന് അർഹമല്ല. നിർദ്ദേശക തത്വങ്ങൾ എന്തല്ല? ന്യായവാദത്തിന് അർഹമല്ല. നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂര്. ഓപ്ഷൻ ബി. മണിപ്പൂര്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അത് 326. ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്.
ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാന്നറിയാമോ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള ഏക മുസ്ലിം വനിത ബീഗം ഐസ്വാസ് റസൂലാണ്. ബീഗം ഐസ്വാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. മലയാളിയായ ദാക്ഷായണി വേലായുധനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആന്റണി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരായിരുന്നു? ഫ്രാങ്ക് ആന്റണി. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ഓപ്ഷൻ സി, രാജസ്ഥാൻ. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യം ഏതാ? ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യം സ്വീഡൻ. ഏതാണ്? സ്വീഡൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 1997 ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. അതുപോലെ വിവരാവകാശ നിയമം പാസാക്കിയാതെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഡൽഹിയിൽ 2001 വിവരാവകാശ നിയമം പാസാക്കുന്നത്. 2019 ഒക്ടോബർ 31 കാശ്മീർ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടെ ഈ നിയമം ജമ്മു ആൻഡ് കാശ്മീരിലും പ്രാബല്യത്തിൽ വന്നു. 2005 വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ജമ്മു കാശ്മീരിന് അത് ബാധകമായിരുന്നില്ല. എന്നാൽ 2019 ഒക്ടോബർ 31 കാശ്മീർ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടെ വിവരാവകാശ നിയമം ജമ്മു ആൻഡ് കാശ്മീരിലും പ്രാബല്യത്തിൽ വന്നു. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായിരുന്നു. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് പാർലമെന്റിന്. ഓപ്ഷൻ സി. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാ? മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്ക. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3 ഭാഗം 3 എന്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ എത്രയാ? 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ് അല്ലെ? മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ സ്ഥാപിച്ചെടുക്കുന്നതിനായിട്ട് നമുക്ക് കോടതികളെ സമീപിക്കാവുന്നതാണ്. അപ്പോ മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11. താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? 1. വൈക്കം സത്യാഗ്രഹം TK മാധവൻ. 2. പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ. 3. ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. അപ്പൊ ഇതില് ശരിയല്ലാത്തത് ഏതാ? പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി. പാലിയ സത്യാഗ്രഹം എന്നാ നടക്കുന്നത്? 1947 ഡിസംബർ 4 പാലിയ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. പാലിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C കേശവനാണ്. പാലിയ സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി AG വേലായുധനാണ്. അപ്പൊ പാലിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത ആരാണ്? C കേശവൻ. പാലിയ സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി AG വേലായുധൻ. പാലിയ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചതാരാ? പാലിയ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വ്യക്തിയാണ് KK കൗസല്യ. ഇതിനോടനുബന്ധിച്ച് വനിതാ ജാഥ നയിച്ചത് ആര്യ പള്ളം. അപ്പൊ സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യ, വനിതാ ജാഥ നയിച്ചത് ആര്യ പള്ളം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാ? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ?
ഒന്ന് വേദാധികാര നിരൂപണം, 2 ആത്മോപദേശ ശതകം, 3 അഭിനവ കേരളം, 4 ആദിഭാഷ. ഏതാ ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികള്? വേദാധികാര നിരൂപണവും ആദിഭാഷയും 1ഉം 4ഉം. ഓപ്ഷൻ എ 1ഉം 4ഉം. ആത്മോപദേശ ശതകം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. അഭിനവ കേരളം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് എന്ത്? അഭിനവ കേരളം. ചട്ടമ്പി സ്വാമികളുടെ മറ്റ് പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ചേതനം, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം, നിജാനന്ദ വിലാസം, സർവമത സാരസ്യം, ക്രിസ്തുമത നിരൂപണം, തർക്കരഹസ്യരത്നം, വേദാധികാര നിരൂപണം. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന രചനകളാണ്. ഒന്നുകൂടെ പറയാം. പ്രാചീന മലയാളം, ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ഛേദനം, അദ്വൈത ചിന്താ പദ്ധതി, നിജാനന്ദ വിലാസം, സർവമത സാരസ്യം, അദ്വൈത പഞ്ചരം, ക്രിസ്തുമത നിരൂപണം, തർക്കരഹസ്യരത്നം, വേദാധികാര നിരൂപണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ: 1 കോവിലകത്തും വാതുക്കൽ, 2 തൃശൂർ പൂരം ആരംഭിച്ചു, 3 കുളച്ചൽ യുദ്ധം നടന്നു, 4 കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ഇതില് കോവിലകത്തും വാതുക്കല്, തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു, ഇതെല്ലാം ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ടവയാണ്. 1ഉം 2ഉം 4ഉം. ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉം. മൂന്നാമത്തെ എന്താ? കുളച്ചൽ യുദ്ധം നടന്നത് അല്ലെ? കുളച്ചൽ യുദ്ധം നടന്നത് 1741 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായിട്ട് നടന്നതാണ് കുളച്ചൽ യുദ്ധം അല്ലെ? കുളച്ചൽ യുദ്ധത്തില് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കൊച്ചിയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ആര്? ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്നത്. കൊച്ചിയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. കൊച്ചിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ്. തൃശൂർ നഗരത്തിന്റെ ശില്പിയാണ്. അതുപോലെ ആധുനിക കൊച്ചിയുടെ പിതാവാണ്. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ ആരാണ്? ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയും ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയില് ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ആരാണ്? ശക്തൻ തമ്പുരാനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ ബി. എന്നാ സമത്വ സമാജം സ്ഥാപിക്കുന്നത്? 1836 വൈകുണ്ഠസ്വാമി സമത്വ സമാജം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഇത്? സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഇത് സ്ഥാപിക്കുന്ന സ്ഥലം കന്യാകുമാരിയിലെ ശുചീന്ദ്രത്താണ്. എവിടെയാണ് സ്ഥാപിച്ചത്? കന്യാകുമാരിയിലെ ശുചീന്ദ്രത്താണ് വൈകുണ്ഠസ്വാമി സമത്വ സമാജം സ്ഥാപിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന: 1 കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം, 2 1721 ഇത് നടന്നത്, 3 കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, 4 മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. അപ്പം ഏതാണ് യോജിക്കാത്തത്? 4ാമത്തത്, മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തതെന്നാണ് യോജിക്കാത്തത്. ഓപ്ഷൻ സി 4 മാത്രം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരിയായിരുന്നു ആര്? ആദിത്യവർമ്മ. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ്. കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആരാണ്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം.
രണ്ടാം സ്ഥാനക്കാരായിരുന്നു ഫ്രാൻസ്. 2022 ലോകകപ്പിന്റെ വേദി ഖത്തർ ആയിരുന്നു. എവിടെയായിരുന്നു വേദി? ഖത്തർ. ഔദ്യോഗിക ഗാനം ഹയ്യ ഹയ്യ. 2022 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഹയ്യ ഹയ്യ. അതുപോലെ ഭാഗ്യചിഹ്നം ലാ ഈബ് ആയിരുന്നു. ഭാഗ്യചിഹ്നം എന്താണ്? ലാ ഈബ്. 2022 ലോകകപ്പില് ജേതാക്കൾ ആരായിരുന്നു? അർജന്റീന. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീനയാണ് കപ്പ് നേടിയത്. ഫൈനലിന്റെ വേദി ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു. ഫൈനലിന്റെ വേദി ലുസൈൽ സ്റ്റേഡിയം. 3-ാം തവണയാണ് അർജന്റീന ലോകകപ്പ് നേടുന്നത്. ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു? 1978, 1986, 2022. അപ്പം 3 തവണയാണ് ഇപ്പൊ അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ നേടുന്നത്. 1978-ലും 1986-ലും നിലവില് 2022-ലും. 2-ാം സ്ഥാനം നേടിയത് ഫ്രാൻസും 3-ാം സ്ഥാനം നേടിയതും ക്രൊയേഷ്യയുമായിരുന്നു. 3-ാം സ്ഥാനക്കാരാണ്? ക്രൊയേഷ്യ. 17-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഇടുക്കി. ഏതാണ്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാറുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാ? ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാ? കൊല്ലം ജില്ലയിലെ കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഓക്കെ. 18-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തതേത്? താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ബാർലിയാണ്. ബാർലി എന്താണ്? ബാർലി ഒരു റാബി വിളയാണ്. ബാക്കി 3ഉം ഖാരിഫ് വിളകളാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി കാലവർഷത്തിന്റെ അവസാനത്തോടെ വിളവെടുക്കുന്നതാണ് ഇത്? ഖാരിഫ് വിളകള്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി കാലവർഷത്തിന്റെ അവസാനത്തോടെ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകള്. പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചോളം, ചണം, കരിമ്പ്, ബജ്റ, തിന, നിലക്കടല, തുവര. ഇതൊക്കെ എന്താണ്? ഖാരിഫ് വിളകളാണ്. ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, ചോളം, കരിമ്പ്, ബജ്റ, തിന, നിലക്കടല, തുവര. ഇനി നവംബർ മാസത്തിലെ ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി മാർച്ച് മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഏത്? റാബി വിളകള്. നവംബർ മാസത്തിലെ ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി മാർച്ച് മാസത്തിൽ വിളവെടുക്കുന്നതാണ് റാബി വിള. പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, പയർവർഗ്ഗങ്ങള്, കടുക്, ബാർലി, പുകയില, എണ്ണക്കുരുക്കൾ മുതലായവ. ഏതൊക്കെയാണ്? ഗോതമ്പ്, പയർവർഗ്ഗങ്ങള്, കടുക്, ബാർലി, പുകയില, എണ്ണക്കുരുക്കള്. ഇനി വേനലിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി കാലവർഷത്തിന്റെ ആരംഭത്തോടെ വിളവെടുക്കുന്നതാണ് സൈദ് വിളകള്. വേനലിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കുകയും കാലവർഷത്തിന്റെ ആരംഭത്തോടെ വിളവെടുക്കുന്നതുമാണ് സൈദ് വിളകള്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെയാണ് പ്രധാന സൈദ് വിളകളിൽ പെടുന്നത്. ഏതൊക്കെയാണ്? പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. 19-ാമത്തെ ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17. ഓപ്ഷൻ എ 1998 മെയ് 17. ഏത് ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? മലപ്പുറം ജില്ലയില്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ജില്ല. കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ച ജില്ല ആലപ്പുഴ ജില്ലയാണ്. പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. 9ാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് കുടുംബശ്രീ നിലവിൽ വരുന്നത്. കുടുംബശ്രീ യൂണിറ്റിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ്. അടിസ്ഥാന ഘടകം ഏതാണ്? അയൽക്കൂട്ടം. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനങ്ങളാണ് അയൽക്കൂട്ടം,
ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ ADS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ CDS. ഏതൊക്കെയാണ് ത്രിതല സംവിധാനം കുടുംബശ്രീയുടെ? അയൽക്കൂട്ടം, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. കേരളത്തിന്റെ മാതൃകയിൽ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? ത്രിപുര. കേരളത്തിന്റെ മാതൃകയിൽ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2023 ജനുവരി 26 സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമത്തിന്റെ പേര് ചുവട്. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2023 ജനുവരി 26 സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമമാണേത്? ചുവട്. അതുപോലെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച കലാ കായിക സാംസ്കാരിക പരിപാടി അരങ്ങ്. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച കലാ കായിക സാംസ്കാരിക പരിപാടി അറിയപ്പെടുന്നത് എന്താണ്? അരങ്ങ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം പെരുങ്കുളം. ഓപ്ഷൻ ഡി. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.